بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال رسول الله صلى الله عليه وسلم إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി സ്വഹീഹിൽ ഒന്നാമതായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില വശങ്ങളിലേക്ക് നാം വിരൽ ചൂണ്ടി. പ്രധാനപ്പെട്ട രണ്ട് കാര്യം വിശദീകരിക്കാനാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഈ ഹദീസ് ഇമാമിങ്ങൾ എല്ലാവരും ഉദ്ധരിച്ചതും സിഹാഹുസിത്തയുടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതും ഇമാം ബുഖാരി തന്നെ 7ഓളം സ്ഥലത്ത് ഉദ്ധരിച്ച വളരെ പ്രസക്തമായ ഹദീസാണ്. ഹദീസ് മുതവാത്തിറല്ല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കൂടുതൽ താബീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ അൽഖമത്ത് ബിൻ വക്കാസ് എന്ന താബിഈയെ തൊട്ടും ധാരാളം മഹത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന അവരെ തൊട്ടും ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യഹ്യ ബിൻ സഈദ് അൻസാരി റളിയല്ലാഹു അൻഹു അവരാണ് ഈ ഹദീസിനെ അവരെ തൊട്ടാണ് ധാരാളം പേരുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 100 കണക്കിന് ആളുകൾ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അതിൻ്റെ സ്വഹാബത്തിൻ്റെയും താബീങ്ങളുടെയും ആദ്യ ഭാഗത്ത് കൂടുതൽ പേരുകൾ റിപ്പോർട്ട് ചെയ്താത്ത ഹദീസായതുകൊണ്ട് തന്നെ മുത്തവാത്തിർ എന്ന് പറയാൻ പറ്റൂലെങ്കിലും എല്ലാവരും സഹീഹാണെന്ന് പ്രഖ്യാപിച്ച ഹദീസാണ്. ഈ ഒരു ഹദീസിനെ കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെ മദ്ഹബിലെ ഇമാം നവവി ഗണ്ണിച്ചത് നാം ശറഹുൽ മുഹദ്ദബ് വായിച്ചു. അവരുടെ ചില കിതാബുകളിലും അങ്ങനെ തോന്നുന്ന പരാമർശങ്ങളുണ്ട്. ഉദാഹരണം, ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച അവർ എല്ലാവരും ഓതുന്ന ഹിദായ, വളരെ പ്രസക്തമായ രസമുള്ള ഫിഖഹിൻ്റെ കിതാബ് നോക്കിയാൽ കൺകുളിർമയാകുന്നൊരു കിതാബാണ് ഹിദായ. എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെട്ട നല്ലൊരു ശൈലിയുള്ള കിതാബാണ്. ആ കിതാബിൽ വുളൂവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫന്നിയ്യത്തു ഫിൽ വുളൂഇ സുന്നത്തുൻ ഇൻദനാ വഇൻദ ശാഫിഈ ഫർളുൻ എന്നാണ് അതിൻ്റെ തുടക്കം പറയുന്നത്. ലിഅന്നഹു ഇബാദത്തുൻ ഫലാ തസിഹു ബിദൂനി നിയ്യതി കത്തയമ്മുമി. ശാഫിയാക്കൾക്ക് നിർബന്ധമാവാനുള്ള തെളിവ് വഴിയാണ് നബി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അവർക്ക് മുആറളയായി പറയുന്ന തെളിവാണത്. നമുക്ക് ഖുർആനും ഹദീസും സുന്നത്തും ഖിയാസും ധാരാളമുണ്ട്. പക്ഷെ ഹനഫികൾ പറയുന്ന തെളിവാണത്. തഅമ്മത്തിനിക്ക് വുളൂ വേണമെന്ന് നിങ്ങൾ ഹനഫികൾ പറയുന്നില്ലേ? അതേമാതിരിയുള്ള ഒരു ഇബാദത്ത് തന്നെയാണ് വുളൂവും. അതുകൊണ്ട് അതിനിക്കും നിയ്യത്ത് വേണം എന്നാണ് ശാഫിയാക്കൾ ലക്ഷ്യം പിടിക്കുന്നത്. വലനാ അന്നഹു ലാ യഖഉ ഖുർബത്തൻ ഇല്ലാ ബിന്നിയ്യ. നമ്മൾക്ക് അനുകൂലമായി വരുന്നത് വുളൂവിന് 2 മുഖമുണ്ട്.
ഒന്ന്, അതൊരു ഇബാദത്താകുന്ന മുഖം. അത് ഇബാദത്തായി പരിഗണിക്കണമെങ്കിൽ നിയ്യത്ത് വേണം. അത് നബി ഇമാം അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയ്യത്ത് വെക്കാതെ വുളൂ ചെയ്തിക്കുകയാണെങ്കിൽ പോലും അത് വെള്ളം ഉപയോഗിക്കൽ കാരണം അതൊരു ശുദ്ധീകരണം അവിടെ നടന്നത് കൊണ്ട് നിസ്കാരത്തിൻ്റെ മിഫ്താഹാവാൻ അത് പറ്റും. ولكنه يقع مفتاحا للصلاة لوقوعه طهارة باستعمال المطهرين. ഈ പറയുന്നത് വളരെ ചിന്തിക്കേണ്ടതാണ്. അവിടെ യുസ്തഹബ്ബു സുന്നത്തുൻ ഇൻദനാ, ഈ സുന്നത്ത് എന്ന പദപ്രയോഗം പലർക്കും മനസ്സിലാവാതെ പോയിട്ടുണ്ട്. എന്താണ്? ഞാൻ ഈ ഭാരതത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് എത്രയും മശൂറായ ഒരു ഹദീസ്, ആ ഹദീസ് കൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അമൽ ചെയ്തില്ല എന്ന് പറയാൻ പലരും അബൂ ഹനീഫ ഇമാമിനെ പറ്റി ആക്ഷേപം പറയുന്നതാണ്. അവർ റയ്യിനിക്ക് ഹദീസിനേക്കാൾ മുൻഗണന നൽകുന്നവരാണ് എന്ന്. യഥാർത്ഥത്തിൽ ആ പറയുന്ന വാക്ക് എന്താണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് എന്നത് ഉൾക്കൊള്ളാതെയുള്ള പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ അബൂ ഹനീഫ ഇമാമിൻ്റെ ഇസ്തിലാഹ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പായി ഇമാമിങ്ങൾ 4 മദ്ഹബും തുല്യം ചർച്ച ചെയ്യുന്ന ഇമാമിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് 4 മദ്ഹബും തുല്യം ചെയ്യും സംസാരിക്കുന്ന കിതാബാണ് റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ അയിമ്മ എന്ന് പറയുന്ന കിതാബ്. അബൂ അബ്ദില്ലാഹി സദ്റുദ്ദീൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അൽ ഹുസൈൻ ദിമിഷ്കി അൽ ഉസ്മാനി അഷ്ശാഫിഇയ്യോ. മഹാനവറുകൾ 780 ഹിജ്റയിലുള്ളത്. ആ റഹ്മത്തുൽ ഉമ്മയിൽ പറയുന്നൊരു പ്രയോഗം അന്നിയത്തു വാജിബത്തുൻ ഫി ത്വഹാറത്തി മിനൽ ഗുസ്ലി വൽ വുദൂഇ വത്തയമ്മുമി ഇൻദ കാഫത്തിൽ ഉലമാ. എല്ലാ ഉലമാക്കളുടെ അടുക്കലും നിയ്യത്ത് കുളിയിലാണെങ്കിലും ഉദൂലാണെങ്കിലും തൈമത്തിലാണെങ്കിലും അത് വാജിബാണ്. പ്രയോഗം ശ്രദ്ധിക്കണം, വാജിബത്തുന്ന റുക്ന് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വാജിബാണ് അത് ഇന്ദ കാഫത്തിൽ ഉലമാ. അപ്പം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വുളൂഇനെ 2ആയി വിഭജിച്ചിട്ടുണ്ടായേക്കാം. ഇത് നിസ്കാരത്തിൻ്റെ മിഫ്താഹായ ഒരു വുളൂ, നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ മുത്തലക്കൻ ഒരു ഇബാദത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തല്ലാത്തൊരു ഇബാദത്ത്. അത് സത്യം തന്നെയാണല്ലോ, നമ്മളെ മദ്ഹബിലും അങ്ങനെ തന്നെയാണല്ലോ. പല കാര്യങ്ങൾക്കും ഷർത്തായിട്ട് വുളൂ വരുന്നുണ്ട്, അതോടുകൂടെ വുളൂ ഫീ നഫ്സിഹി ഇബാദത്തായും വരുന്നുണ്ട്. നമ്മളെ മദ്ഹബും അങ്ങനെ തന്നെയാണ്. അപ്പം മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അടുക്കൽ ഈ ഹദീസ് അമൽ ചെയ്യുന്നുണ്ട് വുളൂവിൻ്റെ ബാബിലും. അത് 4 മദ്ഹബും തുല്യം ചെയ്യുന്ന റഹ്മത്തുൽ ഉമ്മ നാം വായിച്ചു. അതുപോലെ ഇമാം ഷഹറാനിയുടെ മീസാനുൽ കുബ്ര, അത് 4 മദ്ഹബും സത്യത്തിലേക്കുള്ള 4 വഴിയാണ്. 4ൻ്റെയും ചില കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടാകും എന്നേ ഉള്ളൂ എന്ന് മഹാനവറുകൾ സമർത്ഥിക്കുന്ന ഒരു നല്ലൊരു കിതാബാണ്. ആ ഷഹറാനി ഇമാമിയുടെ മീസാനുൽ കുബ്രൻ്റെ പ്രത്യേകത, അത് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ തീർത്ത് മുത്താല ചെയ്തിട്ട് വെക്കുള്ളൂ എന്നുള്ളതാണ്. ഞാനെല്ലാം അങ്ങനെ മുത്താല ചെയ്ത കിതാബാണ്. ഒരു 2-3 ദിവസങ്ങളെ കൊണ്ട് പൂർണ്ണ സമയം അതിലാണ്ട് ലയിച്ചു ചേർന്നൊരു കിതാബ്. 4 മദ്ഹബും സത്യമാണെന്നും ആ സത്യത്തിൽ ചിലത് ഗൗരവമുള്ള ഭാഗം ഉണ്ടാകും, ചിലത് എളുപ്പമുള്ള വഴി ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന അതിമഹത്തായ കിതാബ്. ആ മീസാനിൽ ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം പറയുന്നു, വസമിഅതു സയ്യിദി അലിയൽ ഖവാസ് റഹിമഹുല്ലാഹ്.
സൂഫിയാക്ക നേതാവാണ് അലിയുൽ ഖവാസ്. അവർ ഞാൻ കേട്ടു, ഷെയ്ഖാണല്ലോ അലിയുൽ ഖവാസ്. ഷെയ്ഖാകുമ്പോൾ അവര് സൂഫിയാകുന്ന മാതിരി അവർ ഫഖീഹുമായിരിക്കും. യഖൂലു അവർ പറയുന്നു, ഹഖീഖത്തുൻ നിയ്യത്തി അസ്മുൽ മുകല്ലഫി അലൽ ഫിഅലി മഅൽ മുഖാറനതി ഗാലിബാ. ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മേലിൽ മുക്കല്ലഫിനിക്കുള്ള തീരുമാനം, ഉറപ്പ്, അതിനേക്കാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് അമലിനോട് അന്വരിക്കലോട് കൂടെ. എന്ത് അന്വരണം? ഗാലിബിലുള്ള അംഗീകരണം. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിനും കൂടിയുമാണ് നാം ഈ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അബൂ ഹനീഫ ഇമാം ഈ ഹദീസ് കൊണ്ട് ത്വഹാറത്തിൻ്റെ ബാബിൽ അമൽ ചെയ്തോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാൻ. രണ്ടാമത്തത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞുകൊടുത്തുള്ള ആ ബാഗിൻ്റെ മുക്കാർണത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതും, മുസാഹബത്ത് മഅയ്യത്ത് അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതിനേക്കാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് അസ്മുൽ മുകല്ലഫി അലൽ ഫിഅലി മഅൽ മുഖാറനതി ഗാലിബാ. ومن قال إنه يتصور من المكلف فعل العبادة بلا نية فما حقق النظر. ആരെങ്കിലും ഒരാൾ പറയാണ് ഒരു മുകല്ലഫ് ഒരു ഇബാദത്ത് ചെയ്യാ, അവൻ എന്ത് ചെയ്യണില്ല? നീയത്ത് വന്നിട്ടില്ല. നീയത്ത് തീരെ ഇല്ലാതെ ഒരു ഇബാദത്ത് ഒരു മുകല്ലഫ് ചെയ്യുന്നത് തസവ്വൂറാക്കാൻ കഴിയുന്ന ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ചിന്ത തഹ്കീക്കുള്ള ചിന്തയായിട്ടില്ല. ഓനതൊരു കഥയില്ലാത്ത വർത്താനം പറയുന്നവനാണ്. لأنك لو قلت للحنفي وهو يتطهر ماذا تصنع. ഒരു ഹനഫി ഒളു എടുക്കുമ്പോൾ നീ അനഫിനോട് ചോദിക്കുക, എന്താടോ പണി? ലക്കാത്തക്കറു, ഞാൻ ഒളിർക്കുക എന്ന് അവൻ പറയില്ലേ, ഞാൻ കുളിക്കുക എന്ന് പറയില്ലേ? ഇതന്നെല്ലാം അവൻ നിയ്യത്തുണ്ട് എന്നർത്ഥം. ഒതുകൊടുക്കുന്ന അനഫിയോട്, കുളിക്കുന്ന അനഫിനോട് എന്താടോ പണി എന്ന് ചോദിച്ചാൽ ഞാൻ ഒതുകൊടുക്കുകയാണ്, ഞാൻ കുളിക്കുകയാണ് എന്ന് അവന് പറയാൻ കിട്ടൂലെങ്കിൽ അവൻ മുക്കല്ലഫല്ല. ഖാല അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇബാറത്ത് വായിക്കുന്നില്ല, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് നഖൽ ചെയ്യുന്ന ആളുകൾക്ക് എന്താ നഖൽ ചെയ്യുന്നത്? അബൂ ഹനീഫ ഇമാം നിയ്യത്ത് ഫർളാണ് വുളൂല് കുളിയിൽ എന്ന് പറയുന്നില്ല എന്ന് പറയുന്നവൻ അവൻ്റെ അബൂ ഹനീഫ ഇമാമിനെ താറടിക്കുന്നവൻ ആയേക്കാം. എന്തായേക്കാം? അബൂ ഹനീഫ ഇമാമിൻ്റെ ഇസ്തിലാഹ് അവനിക്ക് അറിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം. ഹനഫി മദ്ഹബ് പ്രകാരം വുളൂന് നിയ്യത്ത് വേണ്ട എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനിക്ക് അബൂ ഹനീഫ ഇമാമിൻ്റെ നിയ്യത്ത് അറിയില്ല, ഇസ്തിലാഹ് അറിയില്ല എന്നുള്ളതാണ് അർത്ഥം. ഫൈനൽ ഫർള ഇൻദഹു മാ സറഹൽ ഖുർആനു ബിൽ അംരി ബിഹി ഔ മാ ഉൽഹിക ബിഹി മിന സുന്നത്തിൽ മുതവാത്തിറത്തി വൽ ഇജ്മാ. ആണോ? അബൂ ഹനീഫ ഇമാം ഒരു ഇബാദത്തിനിക്ക് ഒരു കാര്യം ഫർളാണെന്ന് പറയണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിലോ മുത്തവാത്തിറായ ഹദീസിലോ അല്ലെങ്കിൽ ഇജ്മാ എന്ന നിലക്കോ തെളിഞ്ഞ കാര്യമാവണം. അതിനെ ഫർള് എന്ന് പറയുള്ളൂ. മുത്തവാത്തിറായ അല്ലാത്ത ഹദീസിൽ ഒരു കാര്യം വന്നു, അതുകൊണ്ട് കൽപ്പന വരികയും ചെയ്താൽ അതിനെ സംബന്ധിച്ച് ഫർള് എന്ന് അബൂ ഹനീഫ ഇമാം പറയില്ല. പിന്നെ കൽപ്പനയുള്ള സാധനം അബൂ ഹനീഫ ഇമാം രണ്ടായി വേർതിരിക്കും. ഏതാ? വാജിബ് എന്നൊരു ഐറ്റവും മന്ദൂബ് എന്ന ഐറ്റവും. ഹിദായിൽ പറയുന്നുണ്ട് അബൂ ഹനീഫ ഇമാം ചിലപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, ചര്യയാണ് നേരത്തുള്ളൂ. അത് ചിലപ്പോൾ വാജിബായേക്കാം, ചിലപ്പോൾ അത് മന്ദൂബായേക്കാം. ഹിദായ നിസ്കാരത്തിന് ബാബുക്കെ ഹിദായിലുണ്ടത്. അബൂ ഹനീഫ ഇമാമിൻ്റെ ഇസ്തിലാഹ് പ്രകാരം ഒരു സാധനത്തെപ്പറ്റി മസ്നൂനാണ് അല്ലെങ്കിൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, ചര്യയാണ്, അല്ലെങ്കിൽ സുന്നത്തിൽ വന്നതാണ്, ഹദീസിൽ വന്നതാണ്
എന്നല്ലാതെ അത് വാജിബിൻ്റെയും ഫർളിൻ്റെയും മുക്കാബലയിലുള്ള സുന്നത്താണ്. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും തർക്കമില്ല, ചെയ്താൽ കൂലി ഉണ്ടാകും എന്നർത്ഥത്തിലുള്ള സുന്നത്താണ് എന്നല്ല, ഹദീസിൽ വന്നതാണെന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിനർത്ഥം എന്ത് വരും? ചിലപ്പോൾ അത് വാജിബായേക്കാം. അബു ഹനീഫ ഇമാം അതിനെപ്പറ്റി പറയുന്നത് വാജിബ് എന്നായേക്കാം, അല്ലെങ്കിൽ സുന്നത്തായേക്കാം. അത് രണ്ടും പല ഘട്ടങ്ങളിലും പല കോലായിട്ട് വേർതിരിക്കും. ഖൈത്താന്, ഇസ്തിൻജാഹ്, നഖം വെട്ടൽ, ഇതൊക്കെ ഹദീസിൽ കൽപ്പന ഉള്ളതാണ്. അത് ചിലത് വാജിബാണ്, ചിലത് മന്ദൂബാണ്. അപ്പൊ സുന്നത്താണെന്ന് അബു ഹനീഫ ഇമാം പറഞ്ഞൊരു കാര്യം അത് ചിലപ്പോൾ വാജിബാവാം, ചിലപ്പോൾ മന്ദൂബാവാം. ഫലാ യൽസഉ മിൻ നഫിൽ ഇമാം അബി ഹനീഫ ഫർളിയത്തൻ നിയ്യത്തി നഫി വുജൂബിഹാ. ഒരു നിയ്യത്ത് ത്വഹാറത്തിനിക്ക് ഫർളില്ല എന്ന് അബു ഹനീഫ ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമല്ല എന്നർത്ഥം വെക്കാൻ പറ്റൂല. ഇതിനെക്കേട്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അലി ഖവാസ് റളിയല്ലാഹു അൻഹുവിനായി പറയാണ്, ഇതിനക്ക് എത്രത്തോളം ഉദാഹരണങ്ങളുണ്ട്, ചിലപ്പോൾ ചില മഹാന്മാർ കറാഹത്ത് എന്ന പ്രയോഗം പ്രയോഗിക്കും ഹറാമിനെ പറ്റി. വെറുക്കപ്പെട്ടൊരർത്ഥം, ഹറാം വെറുക്കപ്പെട്ടതല്ലേ. ഫൈദാ ഖീല വകരിയ സുഫിയാനു അൽവുദൂഅ ബില്ലബനി മസലാ. സുഫിയാനു സൗരി പാല് കൊണ്ട് ഒതുകൊടുത്തതിനെ വെറുത്തിരിക്കുന്നു, കറാത്താക്കിയിരിക്കുന്നു, കറാത്താണെന്ന് വിധി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വെറുത്തിരിക്കുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അത് സഹിയാവില്ല എന്ന് തന്നെയാണ് അർത്ഥമുള്ളത്. എന്നല്ലാതെ പാൽ കൊണ്ട് ഒതുകൊടുത്താൽ സഹിയാവുന്ന സുഫിയാൻ സൗരിക്ക് അർത്ഥമുണ്ട് എന്നല്ല, അത് ഇസ്തിലാഹി പ്രയോഗങ്ങളാണ്. വഅരിഫ് മുസ്തലഹൽ അഇമ്മ ഖബ്ലൽ ഇഅ്തിറാദി അലൈഹിം. ഇമാമിങ്ങളെ മേൽ ഇഅ്തിറാദാക്കുന്നതിൻ്റെ മുമ്പ് അവരുടെ മുസ്തലഹിനെ നീ അറിഞ്ഞോ. ഫഇന്നഹും അഹ്ലു അദബിൻ മഅല്ലാഹി തആല. അവർ അല്ലാഹുവോട് കൂടെ വല്ലാതെ അദബ് പ്രവർത്തിക്കുന്നവരാകുന്നു. ഫഗായറു ബൈന ലഫ്ളി മാ ജാഅ ഫിൽ ഖുർആനി വബൈന ലഫ്ളി മാ ജാഅ ഫിസ് സുന്ന. സുന്നത്തിൽ വന്നതിൻ്റെയും ഹദീസിൽ ഖുർആനിൽ വന്നതിൻ്റെയും ഇടയിൽ അവർ ലഫ്ള് മാറ്റിയേക്കാം. ഖുർആനിൽ വന്നതിന് സ്ഥാനം കൂടുതൽ കൊടുത്തത് കൊണ്ട് തന്നെ അതിലേക്ക് ഉയർന്ന പേര് കൊടുത്തു. സുന്നത്തിൽ വന്നതിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഖുർആന്റെ അത്ര തന്നെ സ്ഥാനമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ആശയഗാംഭീര്യങ്ങൾ പറയുന്നുണ്ട്. ആശയഗാംഭീര്യവും അത് രണ്ടും തമ്മിൽ തുലനം ചെയ്ത് നോക്കുമ്പോൾ രണ്ടും അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്ക് തുല്യമാണെങ്കിലും ഒന്ന് ഇജാസ് ഉള്ളതാണ്, ഒന്ന് തുടരണമെങ്കിൽ ഒളു വേണം. ഇങ്ങനെ പല പ്രത്യേകതകളും ഖുർആനിക്കുണ്ട്. ആ നിലക്ക് ഖുർആന്റെ വാരിദായതിനൊരു പ്രത്യേക പേര് നൽകി. ഹദീസിൽ വന്നതിന് മറ്റൊരു പേരും നൽകി. അദബിന് വേണ്ടി, മര്യാദക്ക് വേണ്ടി ഖുർആനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകതകളിൽപ്പെട്ട അതുപോലെ ചില പ്രത്യേകതകൾ ഖുർആനിൽ വാരിദായ ഇതിനേക്ക് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളും ഹദീസിൽ വന്നതിനുള്ള പ്രയോഗങ്ങളും അവർ മാറ്റിയേ ഉള്ളൂ. ഫഗായറൂ بين لفظ ما جاء في القرآن وبين لفظ ما جاء في السنة وإن كانت السنة ترجع إلى القرآن لأنه صلى الله عليه وسلم لا ينطق عن الهوى إن هو إلا وحي يوحى. അപ്പോൾ ഖുർആനും സുന്നത്തും രണ്ടും രണ്ടാണെന്ന് പറയല്ല, രണ്ടും വഹി തന്നെയാണ്. പക്ഷെ രണ്ടിൻ്റെയും സ്ഥാന വ്യത്യാസമുണ്ട്. ഇതിനൊരു ഉദാഹരണം പറയാണ് മഹാനായ അലി ഖവാസ് റളിയല്ലാഹു അൻഹു. അദ്ദുആഉ ലിൽ അംബിയായി ബിലഫ്ളി സ്വലാത്തി ദൂനർ റഹ്മ വഇൻ കാനത്തി സ്വലാത്തു മിനല്ലാഹ് റഹ്മ വഇൻ കാനത്തി സ്വലാത്തു മിനല്ലാഹ് റഹ്മതൻ തംബീസൻ ലിൽ അംബിയായി അനിൽ ഔലിയാ. കണ്ടോ, അല്ലാഹുവിൻ്റെ മഖ്ലൂക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ അംബിയാക്കൾ, അതിൻ്റെ താഴെ ഗ്രേഡിലുള്ളവർ ഔലിയാക്കൾ.
അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്ക് ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് സല്ലല്ലാഹു എന്ന പ്രയോഗം പ്രയോഗിക്കണം, സ്വലാത്ത് ഉപയോഗിക്കണം. ഔലിയാക്കൾക്ക് ദുആ ചെയ്യുമ്പോൾ റഹ്മത്ത് ഉപയോഗിക്കണം. സംഗതി സ്വലാത്താണെങ്കിലും അതും റഹ്മത്തും മക്റമത്തും തഅലീം തന്നെയാണ്, റഹ്മത്ത് തന്നെയാണ്. പക്ഷേ വേർതിരിക്കാൻ വേണ്ടി അമ്പിയാക്കളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഔലിയാക്കളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നോ റഹിമഹുല്ലാ എന്നോ പ്രയോഗം പ്രയോഗിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അമ്പിയാക്കൾക്ക് താബിയായും കൊണ്ട് സല്ലല്ലാഹു അലൈഹി അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അത്ഫായും കൊണ്ട് തബയ്യത്തും കൊണ്ട് സലാത്ത് അവരെ ഉൾപ്പെടുത്തുക. പക്ഷെ ബിദ്അത്ത് നേരിട്ട് സല്ലല്ലാഹു അലാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയാൻ പറ്റൂല. കാരണം അത് ഹറാമാണ്. ആ സ്വലാത്തിൻ്റെ പദം അമ്പിയാക്കൾക്ക് മാത്രമായി ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളാണ്. ഇങ്ങനെ വെക്കുമ്പോൾ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇമാം ഷഹ്റാനി ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ വളരെ അദബുള്ള മഹാനായിരുന്നു. അതുകൊണ്ട് തന്നെ നീയത്തിനെ സംബന്ധിച്ച് ഫർള് എന്ന പ്രയോഗം പ്രയോഗിച്ചില്ല. അതുപോലെ അബൂ ഹനീഫ ഇമാമിൻ്റെ അടുക്കൽ 5 വക്ത് നിസ്കാരത്തിൻ്റെ പുറത്ത് വിത്തറും നിർബന്ധം തന്നെയാണ്, വാജിബാണ്. പക്ഷേ അതുപോലെ വിത്തറിനേക്ക് അവർ വാജിബ് എന്നേ പറഞ്ഞുള്ളൂ, ഫർള് എന്ന് പറഞ്ഞില്ല. ഒഴിവാക്കാൻ എന്തായാലും പറ്റൂല, എല്ലാ ദിവസവും നിർബന്ധവുമാണ്. കാരണം എന്താ, വിത്തറ് അതുപോലെ നിയ്യത്ത് അത് സ്ഥിരപ്പെട്ടത് സുന്നത്ത് കൊണ്ടാണ്, ഖുർആൻ കൊണ്ടല്ല. അപ്പോൾ അബൂ ഹനീഫ ഇമാമിൻ്റെ ലക്ഷ്യമുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതും വേർതിരിക്കാൻ വേണ്ടി നിയ്യത്തല്ലാത്ത മുവങ്കലിനെ സംബന്ധിച്ച് ഫർള് എന്ന് പറഞ്ഞു, നിയ്യത്തിനെ സംബന്ധിച്ച് മസ്നൂന് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് അല്ലെങ്കിൽ വാജിബ് എന്ന് പദം പ്രയോഗിച്ചു. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട, എന്നാൽ ഷാഫി ഇമാം പറയും പോലെ തന്നെയാണ് അബൂ ഹനീഫ ഇമാം പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ട. ഫലൈസൽ ഖുൽഫു ലഫ്ളിയ കമാ ഖാലഹു ബഅദും. പിന്നെ അബൂ ഹനീഫ ഇമാമും ഷാഫി മദ്ഹബും മറ്റ് മൂന്ന് ഇമാമിങ്ങളും പറഞ്ഞത് ഒന്നല്ലേ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്, ബൽ മഅനവിയന്നല്ലാഹ് ഫഇന്നഹു മാ ഫറളഹുല്ലാഹു അശദ്ദു മിമ്മാ ഫറളഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാതി നഫ്സിഹി ഹീന ഖയ്യറഹുല്ലാഹു തആല അൻ യൂജിബ മാ ശാഅ ഔ ലാ യൂജിബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർളാക്കിയതും അല്ലാഹു ഫർളാക്കിയതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർളാക്കിയ സംഗതി വിട്ടുകയാണെങ്കിൽ, അത് ഒഴിവാക്കിക്കുകയാണെങ്കിൽ അതിനൊക്കെ ചില പ്രായശ്ചിത്തങ്ങളെ കൊണ്ട് ആ സംഗതി നടന്നേക്കാം. ഹജ്ജിൻ്റെ വാജിബാത്തിൽ അങ്ങനെ തന്നെയാണല്ലോ, വാജിബാത്തും റുക്നും രണ്ടല്ലേ. വാജിബാത്ത് ഒഴിവാക്കിയ അതിനൊക്കെ അറിവ് കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ അതിന് ജബ്റാൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന മാതിരി ചെറിയ വ്യത്യാസങ്ങൾ രണ്ടും തന്നെ ഉണ്ട്. എന്നിട്ട് മഹാനായ ഇമാം ഷഅറാനി ഉദ്ധരിക്കുന്നു, ഫല്ലായിഖു ബികുല്ലി മുതദയ്യിനിൻ അല്ലാ യഅമല അമലൻ ഇല്ലാ ബിനിയ്യത്തിൻ സവാഉൻ കാന ദാലിക മിനൽ വസായിലി ഔ മിനൽ മഖാസിദി മിൻ ഹൈസു ഇന്നഹാ മഅമൂറുൻ ബിഹാ ശർഅൻ വലൗ ലം യഖുൽ ഇമാമുനാ ബിവുജൂബിഹാ ഫഇന്നാ സുന്നത്തുൻ അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ നിയ്യത്ത് വേണ്ട എന്ന് പറഞ്ഞു. അബദ്ധത്തിൽ ഒരാൾക്ക് ജനാബത്തുണ്ടായവൻ അവൻ ശരിക്ക് കുളിക്കുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണുള്ളത്, അവൻ ഏതോ ഒരു യാത്രക്കുരിഞ്ഞാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ രാവിലെ സാധാരണ ഓൻ കുളിക്കുന്നുണ്ട്, ആ കുളിയാണ് ഓൻ കുളിച്ചത്. അവൻ്റെ മനസ്സിൽ അവൻ്റെ ചിന്തയിൽ അവനിക്ക് ജനാബത്തുണ്ടായ ഓർമ്മയേ ഇല്ല. ആ നിലക്ക് ഒരാൾ കുളിച്ചു കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അവനക്ക് ഓർമ്മ, ഞാൻ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ, ജനാബത്തുണ്ടായിരുന്നല്ലോ എന്നൊരാൾ സംശയിച്ചാൽ അവിടെ അബൂ ഹനീഫ ഇമാമിൻ്റെ കൗലുണ്ട്, അത് പ്രകാരം എൻ്റെ കുളി ശരിയാണ്. കാരണം അമൽ ചെയ്തതിനെ സ്വന്തം തഖ്ലീദ് ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെ ഒപ്പിക്കാൻ ഈ വിഷയത്തിൽ പറ്റൂല. കാരണം അബൂ ഹനീഫ ഇമാം അവിടെ നിയ്യത്ത് വേണ്ട എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നിയ്യത്ത് വേണം, അത് സുന്നത്ത് കൊണ്ട് തെളിയിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനക്ക് വാജിബ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയുന്ന അർത്ഥം ഹദീസിൽ വന്ന നിലക്ക് നിർബന്ധമാണ് എന്നാണ് അതിനർത്ഥമുള്ളത്. വളരെ ചിന്തിച്ച് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഇമാമിയങ്ങൾ ആരും തന്നെ
പരിശുദ്ധ ഹദീസിനെ നിഷേധിക്കുന്നവരായിട്ട് ആരുമില്ല. ഏത് ഹദീസുകൾ വന്നോ ആ വന്ന ഹദീസുകൾ അവർ അതിനേക്കെല്ലാം അമൽ ചെയ്യുന്നവരാണ്. സ്വയം റയ്യിനിക്ക് ആരും മുൻഗണന നൽകുന്നവരല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് അമലുകളും അതിൻ്റെ വിഷയങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതല്ല, ഏത് അമലുകളുടെയും സിഹത്ത് അത് നീയത്ത് കൊണ്ട് മാത്രമാകുന്നു. അടബാഗ് നീയത്തിനോട് സുഹ്ബത്ത് കെട്ടിയും കൊണ്ട് അമൽ ചെയ്യണം. ഈ സുഹ്ബത്തിനെ പറ്റി മഹാന്മാർക്ക് ധാരാളം ചർച്ചകളുണ്ട്. അതിൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം അമലിനോട്, അമലിൻ്റെ തുടക്കത്തിനോട് സുഹ്ബത്ത് കെട്ടണം. പിന്നീട് അത് ദായിമാക്കൽ അത് സുന്നത്താണ്. അതിൻ്റെ ശുറൂത്തുകൾ നഷ്ടപ്പെട്ടു പോവരുത് എന്ന നിലക്ക് അത് ദവാമ് വാജിബുമാണ്. ഞാൻ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഫത്വൽ ബാരി ധരിച്ച്. അതിൽ വാജിബ നിർബന്ധമായത് നീയത്ത് അതിൻ്റെ ആദ്യത്തോട് വേണം. വെള്ളം മുഖത്ത് വെള്ളം പാരുമ്പോൾ എപ്പം നീയത്ത് വന്നോ അപ്പം മുതലേ മുഖം കഴുകിയതായി കൂട്ടുള്ളൂ. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അലിഫ് തുടങ്ങിയ ഓതരം മുതൽ റാഗ് പറയുന്ന തീരുന്നത് വരേക്കും അവൻ്റെ മനസ്സിൽ നിസ്കാരത്തിൻ്റെ എല്ലാ റുക്നുകളും തസവ്വുറാക്കിയും കൊണ്ട് ഞാൻ ഈ നിസ്കാരം ചെയ്യാണെന്ന് മനസ്സിൽ പറയുന്നവരോട് കൂടിയായിരിക്കണം അല്ലാഹു അക്ബർ ചൊല്ലേണ്ടത്. ഇവിടെ പല ആളുകളും വസ്വാസിലേക്ക് പോകുന്ന ഒരു പ്രയോഗമാണിത്. എങ്ങനെയാണ് അതന്നെ മുസാഹബത്ത് എങ്ങനെ വേണം, ഇസ്തിഹ്ലാർ എങ്ങനെ വേണം? ആ ഇസ്തിഹ്ലാറുൽ അർക്കാൻ അത് തഫ്സീലായിട്ട് വേണോ ഇജ്മാലിയായിട്ട് മതിയോ? ഖിലാഫുണ്ട്. എന്നാൽ റാജിഹുള്ളത് തഫ്സീലായി തന്നെ നിസ്കാരത്തിൻ്റെ 14 റുക്നുകളും മനസ്സിലേക്ക് വന്നുകൊണ്ടായിരിക്കണം അല്ലാഹു അക്ബർ പറയേണ്ടത്. അത് റാഗ് വരേക്കും നിലക്കുകയും വേണം. എല്ലാവർക്കും അറിയുന്നൊരു മസലയാണ്. പക്ഷെ ആ മസല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പിടിച്ചെടുത്തത് ബിന്നിയാത്ത് എന്നുള്ള ബായിൽ നിന്നാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായി അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യട്ടെ. എല്ലാത്തവർ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മറ്റുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെല്ലാം നിയ്യത്ത് അല്ലാഹു അക്ബറിന്റെ ആ പറയുന്നതിന് തൊട്ട് മുമ്പായ കുഴപ്പമില്ല. നമ്മുടെ മദ്ഹബാണ് നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ഒപ്പമായിരിക്കണം എന്ന് പറയുന്നത്. അത് വലിയ പ്രയാസമല്ലേ എന്ന് പറയുന്നവരും അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി വസ്വാസിലേക്ക് നീങ്ങുന്നവരുമുണ്ട്. ഇവിടെ മഹാന്മാർ ചെയ്യുന്ന പണി എന്താണ്? അങ്ങനെ കഴിയാത്തവർ വസ്വാസിലേക്ക് പോവണ്ട. ഈ വിഷയം ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. وقال ابن الرفاع إنه الحق الذي لا يجوز سواه. ഫത്ഹുൽ മുഈനാണത്. എന്താ? وفي المجموع والتنجيه المختار ما اختاره الإمام والغزالي أنه يكفي فيها المقارنة العرفية عند العوام بحيث يعد مستحضرا للصلاة. وقال ابن الرفاع إنه الحق الذي لا يجوز سواه. وصوبه السبكي وقال من لم يقل به وقع في الوسواس المذموم. وعند الأئمة الثلاثة يجوز تقديم النية على التكبير بالزمن اليسير. ഫത്തുൽ മുഈനാണ് നിസ്കാരത്തിൻ്റെ നിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത് നാം വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. വസ്വാസ് വരുന്ന ആളുകൾ അവർ ഒളു എടുക്കുന്നവർക്ക് ഒളു എടുത്താലും അവരുടെ മുഖത്തേക്ക് വെള്ളത്തൂല.
നിസ്കരിക്കണോനക്കൊരു ഉസല്ലി, അവരെ പൂതി നീയത്ത് എന്താണെന്ന് അറിയാത്ത കുറേ വിശ്വാസക്കാരുണ്ട്. നീയത്ത് എന്ന് പറഞ്ഞാൽ ഉസല്ലി പറയലില്ലല്ലോ. ഷാഫി മദ്ഹബിൽ മാത്രമേ ഉസല്ലി എന്ന് പറയുന്ന ഒരു സുന്നത്താക്കിയിട്ടുള്ളൂ. മറ്റു മദ്ഹബിലൊന്നും ഉസല്ലി വരെ സുന്നത്തില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ മഹാന്മാരായ താബിഈങ്ങളോ അവിടെ നിസ്കാരത്തിലൊന്നും ഉസല്ലി ഫർളൽ ളുഹ്രി പോലെയുള്ള നിയ്യത്തുകൾ വാക്കാൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനത് സുന്നത്താക്കാനുള്ള കാരണം ജനങ്ങൾക്ക് ഇബാദത്തിനോടുള്ള ലദ്ദത്ത് കുറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുകയാണെന്നുള്ള പൂർണ്ണ ബോധം വരാൻ വേണ്ടി അത് പറയൽ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് ഇമാം ഷാഫി അറിയുന്നത്. നമ്മൾ കിതാബുകളിലൊക്കെ കാണാതെ. അപ്പം ആ സുന്നത്തായ ആ വാക്ക് തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് തന്നെയാണ് പറയേണ്ടത്. പറച്ചിലല്ല അവിടെ വിഷയം, മനസ്സിൽ ആ തുടങ്ങിയോടെ മുതൽ റാ പറയുന്നതിൻ്റെ ഇടയിലുള്ള സമയം എന്താടാ നിനക്ക് പണി എന്ന് ചോദിച്ചാൽ നേരത്തെ മീസാനിൽ പറഞ്ഞ മാതിരി ഞാൻ നിസ്കരിക്കുകയാണ്, ഞാൻ ളുഹ്ർ എന്ന ഫർള് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ അസ്ർ എന്ന ഫർള് നിസ്കരിക്കുകയാണ് എന്ന് പറയാൻ അവനിക്ക് കിട്ടുന്നൊരവസ്ഥ, ഒരു ബോധം, നിസ്കരിക്കാനുള്ള ബോധം. പിന്നീട് പോകാൻ ഏത് ലോകത്ത് പോയാലും നിസ്കാരം സഹിയാകും. അവനിക്ക് ദവാമുൽ ഇസ്തിഗ്ലാർ, അവൻ നിസ്കരിക്കുകയാണെന്നുള്ള ആ ബോധമുണ്ടാവൽ, ഒരു ഇബാദത്ത് ചെയ്യാനുള്ള ബോധമുണ്ടാവൽ, അത് പ്രത്യേക സുന്നത്താണ്. എനിക്കാണ് ഖുശൂ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ ബാഇൻ്റെ മുക്കാറന ബിന്നിയാത്ത്, ആ ബാഇൻ്റെ മുക്കാറനത്ത് അത് വേണം. പക്ഷേ അത് തുടക്കത്തിൽ അവനിക്ക് നിസ്കരിക്കുകയാണ് എന്ന് പറയുന്ന അവൻ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെ മുഴുവനായിട്ട് തസവൂറാക്കി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. പറയല് നമ്മൾ പറഞ്ഞത് ആദ്യം പറയേണ്ട സുന്നത്താർക്കാരും നീയത്തിൽ അവനിക്ക് നിസ്കാരത്തിൻ്റെ പുനരൂപം തസവൂർ തുടക്കത്തിലുണ്ടായാൽ മതി. അതിനേക്കാണ് മുക്കാനത്തിന് ഉർഫിയ എന്ന് ഫത്വൽ മീൻ പറയുന്നത്. മുക്കാനത്തും വേണം, ഇസ്തിഗ്ലാറും വേണം, രണ്ടാണ്. എന്നിട്ട് ഇവിടെ ഫത്വൽ മുഈനിൻ്റെ നല്ലൊരു ഷറാണല്ലോ തർശീഹുൽ മുസ്തഫീദ്. അതിൽ 55-ാമത്തെ പേജിൽ ഈ വിഷയവുമായി ഒരു വിശദമായ ചർച്ചയുണ്ട്. അത് വായിച്ച് പറയേണ്ടതാണെങ്കിലും ഞാൻ അതിൻ്റെ ആശയം പറയാണ്. മഹാനവർകൾ പറയാണ്, വഖാലൽ ഇമാമുൽ മുഹദ്ദിസുൽ ആമിരിയോ ഫീ ബഹ്ജതിഹി, ഇമാം ആമുരി അവരുടെ ബഹ്ജയിൽ പറഞ്ഞു, യവഇലം അന്ന മബാദിയൽ വസ്വാസി വമൻശാഹു വസബബഹു ഇമ്മാ ളഅഫുൻ ഫിൽ അഖ്ലി ഔ ജഹ്ലുൻ ബിസ്സുന്ന ഔ ഇക്തിദാഉൽ ജാഹിലീന ബിൽ മുഹ്മിലീന വലൗ തഅമ്മല ത്വാഇഫത്തുൽ മുവസ്വിസീന അഹ്വാല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅറഫൂഹാ إذ لم يعلموها من غيرهم وعرفوا سيره وتيسيره وأنه كان يؤكل الصبيان. വിശദമായി പറയാണ്, ഈ വസ്വാസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഒന്നിരിക്കൽ അവൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനിക്ക് സുന്നത്ത് അറിയാത്തത് കൊണ്ടാണ്. അവൻ നബി സല്ലല്ലാഹു അല്ലെങ്കിൽ അന്തമില്ലാത്തവരോട് പിന്തുടരലാണ്. ഏതെങ്കിലും അന്തമില്ലാത്ത ഒരാൾ ഉസല്ലി എന്ന് പറഞ്ഞ് ഒതുണ്ടാക്കുന്നിടത്ത് അല്ലെങ്കിൽ നിസ്കരിക്കുന്നിടത്ത് കൈകൊണ്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവൻ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നത് കണ്ട് ഇതാണ് നല്ല വിശ്വാസ്, ഇതാണ് നല്ല നിസ്കാരം, ഇതാണ് ഖുശൂഉള്ള നിസ്കാരം എന്നെല്ലാം മനസ്സിലാക്കി പോയത്തക്കാരോട് പിന്തുടരലോ, അല്ലെങ്കിൽ സ്വയം ബുദ്ധി കുറവോ, അല്ലെങ്കിൽ പറ്റ പടുജായിലോ ആയതിൻ്റെ പേരിൽ മാത്രമാണ്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം അവൻ മനസ്സിലാക്കി. റസൂലുള്ളാഹി തങ്ങൾ എല്ലാ കാര്യവും വളരെ എളുപ്പമാക്കുന്നവരായിരുന്നു എന്നും മനസ്സിലാക്കുകയാണെങ്കിൽ നബി തങ്ങൾ കുട്ടികളോട് കൂടെ ഭക്ഷണം കഴിക്കും, അഹ്ലു കിതാബികളോട് കൂടെ ഭക്ഷണം കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു കാഫിരീങ്ങളുടെ പാത്രത്തിൽ വെച്ച് ഉളു കൊടുത്തിട്ടുണ്ട്. സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഭാര്യമാർ ഒരു പാത്രത്തിൽ വെച്ച് ഒരേ സമയത്ത് കുളിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളെ പേരക്കുട്ടിയായ ഉമാമ ബിൻത് അബിൽ ആസി എന്നവരെ തോളിലേറ്റും കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാക്കാലികൾ ഒട്ടകോ ആടോ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയുള്ള വെള്ളം കൊണ്ട് നബി തങ്ങൾ ഉളു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ ഉളു കൊടുക്കുന്ന വെള്ളം പൂച്ചക്ക് ചരിച്ചു കൊടുത്തിട്ട് പൂച്ച കുടിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഉളു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു നബിയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതം എന്ന് മനസ്സിലാക്കി അവരുടെ നിസ്കാരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ അവർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കി അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും വെള്ളം വേസ്റ്റാക്കുന്ന അല്ലെങ്കിൽ സമയം വേസ്റ്റാക്കുന്ന നിസ്കാരത്തിൽ ഇമാം തക്ബീർ കെട്ടി ഇവൻ്റെ ഉസല്ലി ഒരു ജാതി ശബ്ദങ്ങൾ ഉയർത്തി തൊട്ടടുത്തുള്ളവരെ മുഴുവനും ശ്രദ്ധ ചെലുത്തി ഹറാമായ പണി ചെയ്ത് അടുത്ത് നിസ്കരിക്കുന്നവരെ ശ്രദ്ധ ചെലുക്കുന്ന നിലക്ക് ശബ്ദമുണ്ടാക്കൽ ഹറാമല്ലേ? ആ നിലക്ക് ഒരാൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന നിലക്ക് അവിടെ വെച്ച് കളിച്ച് അവ്വൽ തക്ബീറത്തുൽ ഇഹ്റാം അവനിക്ക് പോയി, ഫാത്തിഹ പോയി, ഇമാം റുക്കൂ പോകുമ്പോൾ ചിലപ്പോൾ തക്ബീർ ചൊല്ലി കഴിയും, അല്ലെങ്കിൽ കയ്യിലിറക്കായി തന്നെ പോകും. ഈ ഒരു നിലക്ക് അവൻ ചെയ്യുന്നത് അവൻ്റെ പോയത്തരവും അവൻ്റെ മണ്ടത്തരവുമാണ്. യഥാർത്ഥ വിഷയം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂല് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി എന്ന് പറയുമ്പം ആ ഭാഗനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, സ്വൈമാമിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാതെ എന്തോ മനസ്സിലാക്കി ആരെയോ പിന്തുടർന്ന് ചെയ്യുന്നത് വെറും ഹമാക്കത്ത് മാത്രമാണ്. മഹാനവർകൾ പറയാണ്, തർശീഹിൽ പറയാണ്, ഇവർ ചെയ്ത് അല്ലാഹു അക്ബർ എന്നവർ പറയും, അല്ലാഹു അക്ബർ എന്നവർ പറയുന്നുണ്ട്, എന്നിട്ട് അവർക്ക് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുക. അവർ പറഞ്ഞത് എത്ര ആൾ അവനോട് തക്ബീർ ചെല്ലിയടോ എന്ന് പറഞ്ഞാലും അവൻ പിന്നെയും ചെല്ലും. എന്തൊരു ജഹാലത്താണ്! സൂഫസ്തായികളെപ്പോലെ ഒന്നുമില്ല എന്ന് പറയുന്നവരെക്കാളും മതപതിച്ചവനായി ഇവൻ വരികയാണ്. അവൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മഹാന്മാരായ മഹത്തുക്കളോട് പിന്തുടർന്നും കൊണ്ട് അവർ ചെയ്തതുപോലെ അവനിക്ക് ഉസല്ലി പറഞ്ഞാൽ നിസ്കാരത്താലാക്കാൻ വേണ്ടി ഞാൻ ഒളു കൊടുക്കുന്നു എന്ന് പറയാൻ കഴിയണില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ പറയണ്ട. എന്തിനാണ് ആ സുന്നത്തെടുക്കുന്നത്? അവൻ്റെ സമയവും വെള്ളവുമെല്ലാം കുറേ ഹറാമുകൾ ചെയ്യുന്ന രീതിയിൽ, കുറേ വാജിബാത്ത് വിടുന്ന രീതിയിൽ അവൻ ആ സുന്നത്തെടുക്കണ്ടെന്ന് വെച്ചാൽ മതി എന്ന് മഹാനായ ഇമാം തർശീഹിന്റെ മുസന്നിഫ് വളരെ വിശദമായി പറയുന്നുണ്ട്. വസുവാസുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തർശീഹ് നോക്കി എന്നിട്ട് അതിൻ്റെ ശേഷം കൊടുക്കാൻ വേണ്ടി പോവുകയും അതിങ്ങനെയുള്ള വസുവാസുള്ള ആളുകൾക്ക് ഈ ഭാഗം വായിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. കാരണം അവരെ കൊണ്ട് ശൈത്താന്റെ കളി വളരെ ശക്തമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് അബൂ മുഹമ്മദ് ഖുദാമ അൽ മുഖദ്ദസി അവരോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ കിട്ടണില്ല. മഹാനവറുകൾ പറഞ്ഞ് ഇപ്പം പറഞ്ഞില്ല, ആ മര്യാദ പറഞ്ഞാളാ, ഇത് വലിയൊരു സംഭവമായി വേറെ എണ്ണണ്ട, ജിപ്പം അസ്സലാമു അലൈക്കും പറഞ്ഞില്ലേ, ആ പറച്ചിലാണ് പറഞ്ഞാൽ മതി. ഇങ്ങനെ ആളുകളെ ധാരാളം ശൈത്താൻ അവരെ കളിപ്പിക്കുകയും വഖദ് ബലഗ ശൈത്വാനു മിൻഹും ഇലാ അൻ അദ്ദബഹും ഫിദ് ദുനിയാ വഅഖ്റജഹും അൻ ഇത്തിബാഇ നബിഹിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താൻ അവരെ ദുനിയാവിൽ വെച്ച് അവരെ നരകതുല്യമായ ശിക്ഷ അവർക്ക് കൊടുക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനോട് പിന്തുടരലിനെ തൊട്ട് അവരെ പുറപ്പെടുകയും ചെയ്തു. വഅദ്ഖലഹും ഫീ ജുംലത്തിൽ മുൻതദിഈന الضالين في الدين متنطعين الضالين في الدين الذين ضل سعيهم وهم يحسبون أنهم يحسنون صنعا.
ശൈത്താൻ അവരെ ളാലീങ്ങളായ, എല്ലാ നിലക്കും പഴച്ചവരായ, സ്വയം വലിയവരാണെന്ന് തോന്നുന്ന അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും എല്ലാ നിലക്കും വഴിപഴക്കുകയും അവർ ചെയ്യുന്ന വലിയ സംഭവമാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുന്ന ഏറ്റവും ലക്ഷണം കെട്ടവരുടെ കൂട്ടത്തിൽ അവരെ ശൈത്താൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിഷയം കൊണ്ട് പ്രവർത്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട തർശീഹ് അവസാനമായി പറയുന്നൊരു വാക്ക്, വമിൻ സമ്മ നഖലൽ ഇമാമു ഇബ്നു ഹജറിൻ ഫി തുഹ്ഫതിഹി അനിൽ ഖാദിമി അൻ ബഹ്ദിൽ മുഹ്താത്തീൻ അന്നൽ ഔലാ ലിമൻ ബുലിയ ബിവസ്വാസിൻ അൽ അഖ്ദു ബിൽ അഖഫി വറുഖസി ലിഅല്ലാ യസ്ദാദ ഫയഖ്റുജ അനിശ് ശർഇ വലിദിദ്ദിഹി അൽ അഖ്ദു ബിൽ അസ്കലി ലിഅല്ലാ യഖ്റുജ ഇലൽ ഇബാഹ. ഇമാം സർക്കശി ഇമാമിൻ്റെ ഖാദിമിനെ തൊട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിച്ചു. എന്താ? മഹാന്മാരായ ചില മഹത്തുക്കളെ തൊട്ട്, ഇഹ്തിയാത്തുള്ള മഹത്തുക്കളെ തൊട്ട് എന്താ വസ്വാസ് പോലെയുള്ള തമാശ കളിക്കുന്ന ആളുകൾ, ശൈത്താൻ്റെ ആളുകളായി മാറിയ ആളുകൾ, അവർക്ക് നല്ലത് ഏറ്റവും ലളിതമായ കൗലുകളെ പിടിക്കലും, ഇളവുകളുള്ള കൗലുകളുണ്ടോ അത് പിടിക്കലുമാണ്. കാരണം അവനിക്ക് ശക്തമായ കഴിയാത്ത കാര്യങ്ങൾ അവനോട് പറഞ്ഞാൽ അവൻ ശറഇനെ തൊട്ട് പുറപ്പെടുകയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തൊട്ടും റസൂലിൻ്റെ ഇത്തിബാഇനെ തൊട്ടും അവൻ പിന്നോട്ട് പോകും. നേരെ മറിച്ച് വസ്വാസൊന്നുമില്ല, ഏത് കാര്യവും വേഗം മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നല്ലത് അസ്കലിനെ പിടിക്കലാണ്. ഏറ്റവും ഗൗരവമുള്ള, കുറച്ച് ശക്തിയുള്ള, കുറച്ച് അധ്വാനമുള്ള കൗലുകളെ പിടിക്കലാണ്. കാരണം അവനക്ക് ഇളവ് കൊടുത്താൽ അവൻ എല്ലാ കാര്യവും ഹലാലാക്കലിലേക്ക് പോകും. ഈ തീരെ വിശ്വാസമില്ലാത്തവനക്ക് ലളിതമായ കൗലുകൾ പിടിച്ചാൽ അവൻ വാജിബായ കാര്യങ്ങൾ ചെയ്തോളുന്നില്ല. വിശ്വാസമുള്ള ആളുകൾ ലളിതമായ കൗലുകൾ പിടിച്ചാലും അവരെന്ത് ചെയ്തോളും? അസ്കൽ കൊണ്ട് അമൽ ചെയ്യുന്നവരെ മറ്റുള്ളവർ അമൽ ചെയ്യുന്നിടത്ത് അവനെത്തിക്കോളും. അതുകൊണ്ട് രണ്ടാൾക്കും നല്ലത് വിശ്വാസമുള്ളവർക്ക് അഖഫ് കൊണ്ട് പിടിക്കലും വിശ്വാസമില്ലാത്തവർക്ക് അസ്കൽ കൊണ്ട് പിടിക്കലും ആണ് നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ ഇമാം സർക്കശിയുടെ ഖാദിമിനെ തൊട്ട് നക്കൽ ചെയ്തിരിക്കുന്നു. അതോടുകൂടെ ഇമാം ആമിനി ബഹിജയിൽ പറഞ്ഞു നിർത്താനുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബന്മാരോ നിയ്യത്തിൽ ലഫ്ള് പറഞ്ഞതായിട്ട് ഒരു നിലയ്ക്കൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല അത് നിസ്കാരത്തിൻ്റെയോ ഉളൂവിൻ്റെയോ ഭാഗങ്ങളിൽപ്പെട്ടതുമല്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ബോധമാണ്, ഞാൻ ഇന്ന പണി ചെയ്യുന്നു എന്നുള്ള. അത് മനസ്സിലാക്കിയും കൊണ്ടായിരിക്കണം ഓരോരുത്തരും ജീവിക്കേണ്ടത്. അള്ളാഹു നല്ല നിലക്ക് ശൈത്താൻ്റെ വലയിൽ കുടുങ്ങാതെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.